നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു ജന്മദിന സന്ദേശം കണ്ടു. ഒരു VIP-യുടെ ജന്മദിന സന്ദേശവും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രിക്ക് കിട്ടിയ ജന്മദിന സന്ദേശം കണ്ടപ്പോൾ ഒരു വല്ലാത്ത ഒരു കൗതുകം തോന്നി. ആ കാര്യം നിങ്ങൾ കൂടി ഒന്ന് പറയേണ്ട ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ നിങ്ങൾക്കും പരിചയമുള്ളവരുടെ ജന്മദിനം വരുമ്പോൾ നമ്മൾ ആശംസിക്കാറുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആശംസിക്കാറുണ്ട്. പക്ഷേ ഇത് അങ്ങനത്തെ ജന്മദിന ആശംസയല്ല. കാണ്ടം കാണ്ടം നീളുന്ന വരികളിലൂടെയുള്ള ജന്മദിന ആശംസകളാണ്. വേറെ ആരുമല്ല, നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച ഷിറ്റണ്ണനും അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അതായത് എന്റെ ജന്മദിനത്തിന് എനിക്ക് ഒരു സ്പെഷ്യൽ ആശംസ കിട്ടിയിരിക്കുകയാണ്, അത് എന്റെ മോഡിജിയുടെ വകയാണ്. ആ മോഡിജിയുടെ ആശംസാ പത്രം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോ ആ പോസ്റ്റ്, അതായത് ഈ നരേന്ദ്രമോദി ഒരു ലെറ്റർ പാഡിലാണ് ഒരാൾക്ക് ജന്മദിന ആശംസകൾ നേർന്നിരിക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ നാട്ടില് ലെറ്റർ പാഡ് അടിച്ച് അതിൽ ജന്മദിന ആശംസകൾ, അത് വെറുതെ ജന്മദിന ആശംസകളല്ല. അപ്പോ ആ ഒരു പോസ്റ്റ് എന്താണെന്ന് വായിക്കാം. കാര്യം സാധാരണക്കാർക്ക് ഒരിക്കലും അത് മനസ്സിലാവില്ല. കടിച്ചാ പൊട്ടാത്ത ഇംഗ്ലീഷിലാണ് ജന്മദിന ആശംസകൾ നിറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് വായിച്ച് സുരേഷ് ഗോപിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല, അയച്ച വിസുഗുരുജിക്ക് ഇത് എന്താണ് എഴുതിയിരിക്കുന്നത് മനസ്സിലായില്ല. ഏതോ IAS ഉദ്യോഗസ്ഥർ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കൊടുത്ത സംഭവത്തെ പരസ്പരം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ആ ഒരു പോസ്റ്റ് ഒന്ന് വായിക്കാം. കാര്യം മനസ്സിലാക്കിയിരിക്കണം, നമ്മുടെ നാട്ടിൽ എത്ര സിമ്പിൾ ആണ്. ഒരാൾക്ക് ഒരു ജന്മദിന ആശംസകൾ നേരണമെന്നുണ്ടായിരുന്നെങ്കിൽ, ഇപ്പോ വിശ്വഗുരുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത്ര പ്രിയപ്പെട്ടവനായിരുന്നെങ്കിൽ ട്വിറ്ററിൽ എങ്ങാനും ഒരു പോസ്റ്റ് ഇട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊരു ആശംസയെ കുറിച്ച് ഒപ്പം സുരേഷ് ഗോപിക്ക് അത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അതല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റൽ യുഗത്തെ അങ്ങനെയാണ്. ഈ പലപ്പോഴും ഫോണുകളിലൂടെ ഒരു SMS അയക്കുകയോ ഇതൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഈ ഒരു ജന്മദിന ആശംസ കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യം, തലേ ദിവസം ജി ശാംകോ മേരാ ബർത്ത്ഡേ ഹെന, എന്നെ ഒന്ന് അഭിനന്ദിക്കണേ, അഭിനന്ദിച്ച് ഒരു വിശദീകരിച്ച ഒരു ലെറ്റർ അയച്ചു തരണം പ്ലീസ്, എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഹൂം എന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് ഒരു SMS എന്തോ അയച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വഗുരു, അതിന്റെ ആ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അറിയാം, വിശ്വഗുരു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ അന്യഗ്രഹത്തിൽ നിന്നുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം എടുത്തിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഈ ഇംഗ്ലീഷ് അദ്ദേഹത്തിന്റെ ഈ ആയുസിൽ എഴുതില്ലെന്ന് നാട്ടുകാർക്കറിയാം. ഏതോ IAS ഉദ്യോഗസ്ഥർ ഒരു ഘട്ടം അടിച്ചു വെച്ചിരിക്കുകയാണ്, അതിൽ നിന്ന് പറഞ്ഞ എടുത്തിട്ടില്ല, അവന്റെ പേര് ടൈപ്പ് ചെയ്തങ്ങ് അയച്ചുകൊട് എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്താ ആ ഒരു വെറൈറ്റി ബർത്ത്ഡേ സന്ദേശം അല്ലെങ്കിൽ ഒരു ആശംസ നിങ്ങളൊന്ന് കേട്ടിരിക്കണം. ഇങ്ങനെയും നമുക്ക് ബർത്ത്ഡേ ആശംസ നേരാമല്ലോ. അപ്പോ ഇങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ ക്യാപ്ഷൻ: ഐ ആം ഡീപ്ലി ഹംബിൾ ആൻഡ് ഓണേർഡ് ടു റിസീവ് ദ ഹേർട്ട്ഫുൾ ബർത്ത്ഡേ വിഷസ് ഹൂം അവർ എസ്റ്റീംഡ് പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിജി. ഇത്രയും ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട്, അതായത് നരേന്ദ്രമോദിജിയുടെ ആശംസ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തിയുടെ എന്നുള്ള നിലയ്ക്കാണ്. എന്നിട്ട് അദ്ദേഹം ഈ കാണുന്ന പോലെ പ്രൈം മിനിസ്റ്ററുടെ ലെറ്റർ പാഡിൽ ഒരു ജന്മദിന ആശംസ അയച്ചൊക്കെയാണ്. 25-ാം തീയതി ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ജന്മദിനം. 66 വയസ്സ് കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് മോദിജിയുടെ ആ ഒരു ജന്മദിന സന്ദേശം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആശംസ വന്നിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡ് പ്രൈം മിനിസ്റ്റർ എന്ന് എഴുതിയത്, പിന്നെ സൈഡിൽ ന്യൂഡൽഹി ഡേറ്റ്, പിന്നെ അതിനുശേഷം സാധാരണ രീതിയിൽ ലെറ്റർ എഴുതുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതേ മോഡലിൽ തന്നെ ശ്രീ സുരേഷ് ഗോപിജി ഹേർട്ടിയസ് കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ ബർത്ത്ഡേ. ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിന്റെ താഴോട്ടേക്ക് വരുമ്പോൾ, ആസ് മൈ കൊളീഗ് ഇൻ ദ ഗവൺമെന്റ് യു ആർ കോൺസ്റ്റന്റ്ലി സ്ട്രൈവിംഗ് ടുവേർഡ്സ് ബിൽഡിംഗ് എ ന്യൂ ഇന്ത്യ വിത്ത് tireless effort, boundless energy and firm resolve. Birthday is a special occasion to be grateful for the important opportunities of life has blessed us with. It inspires us to rededicate ourselves with renewed energy to discharge our responsibilities, commitment with which you are working for the development and prosperity of the nation, inspiring especially in the youngsters. May you continue to be blessed with good health and happiness. Best wishes for your bright future, for your efforts in the times to come. With best wishes, നരേന്ദ്രമോദിജിയുടെ ഒരു ഡിജിറ്റൽ സൈൻ ഇൻ ചെയ്ത് അദ്ദേഹം സുരേഷ് ഗോപിയുടെ ഓഫീസിന്റെ അഡ്രസ്സും വെച്ചാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പോസ്റ്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ബോധ്യപ്പെടുന്നു? അതായത് സാധാരണഗതിയിൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി നമുക്കറിയാം, അനിതര സാധാരണക്കാരനൊന്നുമല്ല, ഒരു സാധാരണ വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഹേർട്ടിയസ് കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ ബർത്ത്ഡേ നരേന്ദ്രമോദി. എത്ര വൃത്തിയായനെ, എത്ര മനോഹരമായനെ. ഇതിനെ അടിച്ചൊരു താമ്രപത്രം പോലെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രമാത്രം പഴഞ്ചനാണ്, അല്ലെങ്കിൽ ഇത്രമാത്രം അന്യഗ്രഹ ജീവികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഒരു ബർത്ത്ഡേ വിഷസിന് പോലും നൽകുന്നതെന്ന് തോന്നുമ്പോൾ വല്ലാത്ത തരത്തിൽ ഇവരോട് സഹതാപം തോന്നുകയാണ്. അതിനേക്കാൾ കോമഡി, ഇതിനേക്കാൾ കടിച്ചാ പൊട്ടാത്ത വേർഡ് വെച്ചിട്ടാണ് തിരിച്ച് സുരേഷ് ഗോപി അദ്ദേഹത്തിന് മെൻഷൻ ചെയ്തതിന് ശേഷം മറുപടി കൊടുത്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യുവർ വേർഡ്സ് ഓഫ് എൻകറേജ്മെന്റ് ആൻഡ് recognition resonate deeply with me, reinforcing my unwavering commitment to serving our beloved nation with
dedication and resolve. Thank you, Honorable Prime Minister, for your inspiring message and for continually motivating us to strive for a new Bharat. Your visionary leadership and tireless efforts are a beacon of hope and inspiration for all of us. I am proud to be a part of this journey, working alongside you to ensure prosperity and progress of our great nation. With immense gratitude and patriotic fervor, സുരേഷ് ഗോപി. ഇങ്ങനെയാണ് അതിന്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇത് വായിച്ചിട്ട്, അതായത് സാധാരണപ്പെട്ട ഇംഗ്ലീഷ് അല്ല, കാര്യം ഈ സാധാരണ നമ്മൾ നോർമലി ആൾക്കാർക്ക് പെട്ടെന്ന് ക്യാച്ചിങ് ആയിട്ടുള്ള വേർഡുകൾ യൂസ് ചെയ്തിട്ടല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നു. എന്തിന്, എന്താവശ്യത്തിന്? ഇത് ആൾക്കാരുടെ മുന്നിൽ ഒരു ഷോ കാണിക്കാൻ വന്നതിനപ്പുറം ഒരു വ്യക്തിക്ക് ഒരു ജന്മദിന ആശംസകൾ നൽകുന്നതിന് ഇത്രയും കടുകട്ടിയായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡൊക്കെ എടുത്ത് യൂസ് ചെയ്ത് ഒരു പാവപ്പെട്ടവനും ഇതിന്റെ അർത്ഥം മനസ്സിലാകുന്നു. അതായത് സുരേഷ് ഗോപിക്ക് മനസ്സിലായിട്ടില്ല, പിന്നെ പള്ളിക്കൂടത്തിന്റെ തിണ്ണ കണ്ടിട്ടില്ലാത്ത വ്യക്തിക്ക് ഇത് വല്ല അറിയാമോ? ഇത് ഒന്ന് വായിക്കാൻ തന്നെ ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നല്ല കോമഡി കാണാൻ പറ്റും. കാര്യം ഇതെങ്ങാനും എടുത്ത് നമ്മുടെ വിശ്വഗുരു ഒന്ന് വായിക്കുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. വായിച്ച് ആശംസ തരികയാണെങ്കിൽ മൊത്തം കോമഡിയായി മാറും. കാര്യം ഇതിന്റെ വേർഡ്സ് തന്നെ നമ്മൾ സാധാരണഗതിയിൽ വായിച്ചു പോകാത്ത വേർഡ്സുകളായതുകൊണ്ട് പലയിടങ്ങളിലും വായിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം പെട്ടെന്നുള്ള ഒറ്റ ക്യാച്ചിൽ വായിച്ചെടുക്കാൻ പറ്റാത്ത ചില വേർഡ്സുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആവശ്യത്തിനാണ് ഇതൊക്കെ ഒരുതരം ഷോ അല്ലേ എന്ന് പറഞ്ഞാൽ പട്ടി ഷോയെക്കാളും വലിയ മോശമായിട്ടുള്ള കാര്യമാണ്. ഒരു ബർത്ത്ഡേ വിഷസിന്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദിയായിട്ട് എനിക്ക് വലിയ ബന്ധമാണ്. എനിക്ക് ഇങ്ങനെ താമരപത്രം അടിച്ചു തരും പോലെ ഒരു സർട്ടിഫിക്കറ്റ് പോലെ ഒരു സാധനം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് കടിച്ചാ പൊട്ടാത്ത ഇംഗ്ലീഷിൽ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസ അയച്ചിട്ട് രണ്ടുപേരും ഞങ്ങൾ കേമന്മാരാണെന്ന് നടിക്കുന്നതിനപ്പുറം ഒരു ചുക്കുമില്ല. ഒറ്റ വാക്ക് ജന്മദിനാശംസകൾ. കാര്യം ഈ നാട്ടിൽ വരുമ്പോൾ പലപ്പോഴും മലയാളം പറഞ്ഞു തുടങ്ങാൻ വിശ്വഗുരു ശ്രമിക്കുന്ന കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ നാട്ടിലെ മലയാളിയായിട്ടുള്ള അല്ലെങ്കിൽ കേരളീയനായിട്ടുള്ള ഒരാൾക്ക് ജന്മദിനാശംസകൾ എന്ന് അയച്ചിരുന്നെങ്കിൽ പോലും അതൊരു വെറൈറ്റി ആയിരുന്നു. ഇതൊരുമാതിരി ആൾക്കാരെ മുന്നിൽ നമുക്ക് രണ്ടുപേരെ അറിയാന്നുള്ളത് കൊണ്ട് ഇതൊക്കെ ഒരുതരം ഷോയ്ക്കപ്പുറം ഒരു ചുക്കുമില്ല. ഇതൊക്കെ ആൾക്കാരുടെ മുന്നിൽ ഗമ കാണിക്കാനും മേനി നടിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമായിട്ട് മാത്രമേ കാണാനാകൂ. ദൈവത്തെ ഓർത്ത് ഇത് കണ്ട് മനസ്സിലാക്കുന്നവർ ആർക്കും ഇങ്ങനെയുള്ള ജന്മദിനാശംസകൾ അയച്ചു കളയില്ലേ വെറുത്ത് തള്ളും. അത്രയേ ഉള്ളൂ.